നമസ്കാരം. ആരോഗ്യമാണ് ജീവിതത്തിന് അർത്ഥവും മനോഹാരിതയും നൽകുന്നത് അല്ലേ? അതുപോലെ പ്രഭാത ഭക്ഷണം മുതൽ അത്താഴം വരെ തന്നെ കഴിക്കുന്നതിന് ഒരു പ്രത്യേക സമയവും ചിട്ടയും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു ദിനചര്യയൊന്നും തന്നെ കറക്റ്റായിട്ട് നമുക്ക് പാലിക്കാൻ പലർക്കും സാധിക്കാറില്ല എന്നുള്ളതാണ്. അത് മറ്റു പല ബുദ്ധിമുട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ജോലി തിരക്ക് കാരണമോ ഒക്കെ തന്നെയാണ്. രാവിലെ രാജാവിനെ പോലെയും അത്താഴം കഴിക്കേണ്ടത് യാചകനെ പോലെയും വേണം എന്നുള്ളതാണ് പഴമൊഴി. പക്ഷേ നമ്മൾക്ക് ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കാറുള്ളത്. തിരക്കിനിടയിൽ പ്രഭാത ഭക്ഷണമായാലും ഊണ് കഴിക്കാനായാലും ഒക്കെ തന്നെ നമ്മൾ അല്പം പുറകിലോട്ടാണ്. പക്ഷേ എന്നാലോ ഈ വിശപ്പെല്ലാം തന്നെ തീർക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. അതും ഏറെ വൈകിട്ടുള്ള അത്താഴമാണ് ഈ സമയത്ത് ഏവർക്കും തന്നെ പ്രിയപ്പെട്ടതായിട്ടുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ വയറ് വളരെ മോശമാക്കുന്നു എന്നുള്ളതാണ്. ദഹനം ശരിയായിട്ട് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, വയറിന് ചുറ്റും ദേഹം മെലിഞ്ഞിരിക്കുന്നു എന്നുണ്ടെങ്കിലും നമ്മുടെ വയറ് അല്പം മുന്നിലായിരിക്കും. വയറിന് ചുറ്റും ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഏവർക്കും തന്നെ. എന്ന് മാത്രവുമല്ല, പലപ്പോഴും തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാനുള്ള ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ഏത് സമയത്ത് കഴിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതിലൊക്കെ അത്യാവശ്യം ശ്രദ്ധ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ഞാൻ ഡോക്ടർ സജിത ദേജി. സൂര്യാസ്തമയത്തിന് മുൻപ് ആഹാരം കഴിക്കുന്നതാണ് ഏറെ നല്ലത്. എന്ന് വെച്ചാൽ ഒരു 5-5:30 ആകുമ്പോൾ നമ്മുടെ ഭക്ഷണം കഴിപ്പ് നിർത്തണം എന്നർത്ഥം. ഇതൊന്നും നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പലർക്കും പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ എങ്കിലും ഒരു 7-7:30 ശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 6:30 ആകുമ്പോഴെങ്കിലും ഡിന്നർ കഴിച്ച് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ ഇത് വെറുതെ അല്ല കേട്ടോ, വെറുതെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ടിപ്പൊന്നും അല്ല. മറ്റൊരുപാട് ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അതിലൊന്ന് നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ളത് തന്നെയാണ്. മികച്ചൊരു ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. വയറുവേദന, ഗ്യാസ്, അസ്വസ്ഥത എന്നിവ കുറയ്ക്കാം. അതുപോലെ കീഴ്വായു ശല്യം ഇല്ലാതാക്കാനും പോഷകങ്ങൾ നന്നായിട്ട് ആഗിരണം ചെയ്യാനും ഉറക്കത്തിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ തടയാനും സഹായിക്കും. രണ്ടാമത്തേത്, ഉറക്കത്തിന് മുൻപ് അത്താഴം ദഹിപ്പിക്കാൻ ശരീരത്തിന് മതിയായ സമയം നൽകുന്നത് ഭക്ഷണത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളുടെ ആഗിരണം വർദ്ധിപ്പിക്കുന്നുണ്ട്. 3, നേരത്തെ അത്താഴം കഴിക്കുന്നത് കുടൽ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ദഹനനാളത്തിൽ ഭക്ഷണം കൂടുതൽ നേരം നിലനിൽക്കുമ്പോഴുണ്ടാകുന്ന ഡിസ്ബയോസിസ് പോലുള്ള ദഹന സംബന്ധമായ തകരാറുകൾ കുറയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള കുടലിനെ പിന്തുണയ്ക്കാൻ വളരെ നല്ലൊരു ഓപ്ഷനാണ്.